ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സർക്കാർ സ്ഥാപനമായ സപ്ലൈകോയിൽ വന്നിട്ടുള്ളൊരു വേക്കൻസിയെക്കുറിച്ചിട്ടാണ്. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത പറഞ്ഞിട്ടുള്ളത് 10ാം ക്ലാസ് പാസ്സാണ്. അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽഡ് ഒരു വീഡിയോയിലോട്ട് എടുക്കാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഗസറ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് 30/12/2024. ലാസ്റ്റ് ഡേറ്റ് 29/1/2025. കാറ്റഗറി നമ്പർ 527/2024. താഴെ പറയുന്ന പോസ്റ്റിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഒറ്റത്തവണ രജിസ്ട്രേഷൻ വഴി ഓൺലൈനായിട്ട് അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നെയിം ഓഫ് ദി ഫേം കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, അതായത് സപ്ലൈകോ. നെയിം ഓഫ് ദി പോസ്റ്റ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാന്. സാലറി പറഞ്ഞിട്ടുള്ളത് 3000 മുതൽ 50,200 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്പർ ഓഫ് വേക്കൻസീസ് ഡിസ്ട്രിക്ട് വൈസാണ്, അതായത് കേരളത്തിലെ 14 ജില്ലകളിലും വേക്കൻസികൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പറയുന്ന മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ആണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് കാൻഡിഡേറ്റ്സ് 2/1/1988 1/1/2006 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞ 2 ഡേറ്റ്സും ഇൻക്ലൂഡിംഗ് ആണ്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് റൂൾസ് പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ മറ്റു കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത പറഞ്ഞിട്ടുള്ളത് 10ാം ക്ലാസ് പാസ്സാവണം, അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യതയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മെത്തേഡ് ഓഫ് സബ്മിറ്റ് ആപ്ലിക്കേഷൻ, അപേക്ഷ സമർപ്പിക്കേണ്ട രീതിയാണ് പറഞ്ഞിട്ടുള്ളത്. കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒഫീഷ്യൽ വെബ്സൈറ്റ് പറയുന്നത് www.keralapsc.government.in ആണ്. അപ്പോൾ നമുക്കൊരു യൂസർ ഐഡിയും പാസ്വേഡും കിട്ടും. അത് പ്രകാരം ലോഗിൻ ചെയ്തിട്ട് അവർ പറയുന്ന ഡാറ്റാസൊക്കെ എൻ്റർ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഫൈനലി ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടും കൂടി എടുത്തു വെക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ പ്രോസസ്സിൽ നമ്മളെ ഫോട്ടോ അതിൻ്റെ കാര്യം പറയുന്നുണ്ട്. 6 മാസത്തെ ഉള്ളിലെടുത്ത ഫോട്ടോ ആയിരിക്കണം. ഫോട്ടോയുടെ സൈസ് പറയുന്നുണ്ട്. സിഗ്നേച്ചറിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ പ്രകാരം ആയിട്ട് വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ. അല്ലാത്ത പക്ഷം നമ്മുടെ ആപ്ലിക്കേഷനൊക്കെ റിജക്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് 29/1/2025 വെനസ്ഡേ ആണ്. അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ പരമാവധി പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ലാസ്റ്റ് നിമിഷത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് അപ്ലൈ ചെയ്യാനുണ്ടാവും. അപ്പോൾ സൈറ്റും കാര്യങ്ങളൊക്കെ ഹാങ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. പിന്നെ അത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.